ഹായ് ഹലോ. ഇന്നൊരു കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ ജീരകം, വെളുത്തുള്ളി എന്നിവ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ലുള്ളി ഇട്ടിട്ട് ചതക്കാവുന്നതാണ്. ഇഞ്ചി ആവശ്യമില്ല. എന്നിട്ട് കുക്കർ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ചതച്ച് വെച്ച ഉള്ളിയുടെ ചതവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂണ് കുരുമുളക് പൊടി. ഞാൻ എനിക്കാവശ്യമായിട്ടുള്ള എരിവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിന് ശേഷം അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എനിക്ക് നല്ല കറി ആവശ്യമില്ല, ഒരു ഗ്രേവി രൂപത്തിലാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിലടുപ്പിക്കുക. ഞാൻ എൻ്റെ മട്ടൻ്റെ വേവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വിസിലടുപ്പിച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഒരു 5 വിസിലായപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കറിയൊക്കെ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം കുറുകിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളൊരു താളിച്ച് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇത് കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.